പാലക്കാട് ഷൊർണൂർ വിവാഹ ചടങ്ങിലെ ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണം വെൽക്കം ഡ്രിങ്കിലെ ഐസ് എന്ന് പ്രാഥമിക നിഗമനം. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേറ്ററിംഗ് സ്ഥാപനത്തിന്റെ ലൈസൻസ് 2 മാസത്തേക്ക് റദ്ദാക്കി. ഓഡിറ്റോറിയത്തിലെ വെള്ളം പരിശോധനയ്ക്ക് അയക്കാനും തീരുമാനമായി. വധുവും വരനും ഉൾപ്പെടെ 200ഓളം പേർക്കാണ് ഭക്ഷ്യ വിഷബാധയേറ്റത്. ആഷിഖ് റഹ്മാനുണ്ട് പാലക്കാട് നിന്ന്. ആഷിഖ്, ഈ പറഞ്ഞതുപോലെ 200ഓളം പേർക്ക് ഭക്ഷ്യ വിഷബാധയേറ്റ ഒരു സംഭവമാണ്. അതും ഈ ഐസാണ് ഈ ഭക്ഷ്യ വിഷബാധയ്ക്കുള്ള കാരണമെന്നുള്ളത് ബോധ്യപ്പെട്ടതാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? പക്ഷേ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഈ വിവാഹ സൽക്കാരം നടന്നത്. ഇതിന്റെ ഒരു 200 പേരോട് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം വിവിധ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർ ഈ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തിരുന്നു. ഇവരെല്ലാവരും ഒരേ സമയം ആശുപത്രിയിൽ പ്രവേശിച്ച സമയത്താണ് ഈ ഒരു ഭക്ഷ്യവിഷബാധയുടെ കാര്യം സംശയിക്കുന്നത്. ശേഷം ഈ വിവാഹ സൽക്കാരം സ്ഥാപനത്തിലെത്തി പരിശോധന നടത്തിയപ്പോഴാണ് ഈ ഒരു ക്രമക്കേട് കണ്ടെത്തിയത്. അവർ ആ വിവാഹ സൽക്കാരത്തിന് ഉപയോഗിച്ച വെൽക്കം ഡ്രിങ്ക് അതിനുപയോഗിച്ച ഐസ് കുറച്ച് പഴകിയതാണ് എന്നൊരു വിവരമാണ് ഇപ്പോൾ പരിശോധന മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ ഒരു വെൽക്കം ഡ്രിങ്കിൽ ഉപയോഗിച്ച ഐസ് ആകാശം ഒരുപക്ഷെ ഈ ഭക്ഷ്യ വിഷബാധക്ക് കാരണമെന്ന് നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അത് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പും ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ പരിശോധനയ്ക്കായി കാറ്ററിംഗ് സ്ഥാപനത്തിലെ വെള്ളം ഇപ്പോൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഈ കാറ്ററിംഗ് സ്ഥാപനത്തിന്റെ ലൈസൻസ് നിലവിൽ 2 മാസത്തേക്ക് റദ്ദാക്കിയിട്ടുണ്ട്. അതുപോലെ ഈ പാചകക്കാർക്ക് ആരോഗ്യ കാർഡ് ഇല്ലെന്നും ഇപ്പോൾ പോലീസ് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും വളരെ ഗുരുതരമായ ഒരു ക്രമക്കേടായിരുന്നു. കാരണം 200ഓളം പേർക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റു. അതിൽ നിരവധി പേര് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ വിവാഹത്തിൽ പങ്കെടുത്ത വധുവിനും വരനും ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് നിരവധി പേർക്ക് ഭക്ഷ്യവിഷബാധ സാധ്യത. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ കേസെടുത്ത് അന്വേഷണമായി മുന്നോട്ട് പോവുകയാണ്. ഈ വെള്ളത്തിന്റെ റിസൾട്ട് വരുന്നതോടുകൂടി കൂടുതൽ എന്തായാലും കൃത്യമായ കാരണമെന്നൊരു അന്തിമ റിസൾട്ട് വരുന്നതായിരിക്കും.